പോട്ട ആശ്രമം ജംഗ്ഷനിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ച 3000 രൂപ കവർന്നു. പോട്ട ആശ്രമം ജംഗ്ഷനിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വിൽസനും കുടുംബവും വീട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു കവർച്ച. വ്യാഴാഴ്ച രാവിലെ ജാതിക്ക പറക്കാനെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് നെടുമ്പാശ്ശേരിയിലുള്ള മകളുടെ വീട്ടിലേക്ക് പോരുന്ന വിൽസനെ വിളിച്ചു വരുത്തി നടത്തിയ പരിശോധനയിലാണ് 3000 രൂപ നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്. അലമാര തകർത്ത് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്ന നിലയിലാണ്. വീടിനുള്ളിലെ 7 വാതിലുകളും 5ഓളം അലമാരികളും മോഷ്ടാക്കൾ കുത്തി തുറന്നിട്ടുണ്ട്. വീടിന് പുറത്തിരുന്ന തൂമ്പയും വലിയ കല്ലും ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ വാതിൽ തകർത്ത് അകത്ത് പ്രവേശിച്ചത്. വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 60,000 രൂപ വിലമതിക്കുന്ന ജാതിക്കായും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ വാർഡിൽ ഇന്നലെ രാത്രി പുല്ലൻ വിൽസൺ എന്ന ചേട്ടൻ്റെ വീട്ടിലാണ് കള്ളൻ കയറിയത്. അപ്പോൾ രാത്രി ഇന്നലെ എല്ലാവരും പറഞ്ഞു, ഒട്ടുമിക്ക ഇവിടെ പ്രദേശങ്ങളിലുള്ളവർ പറഞ്ഞു ഭയങ്കര പട്ടിക്കൊരയായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും നോക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരിവിടെ ഉണ്ടായിരുന്നില്ല, അവർ മോളുടെ വീട്ടിൽ പോയിക്കായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വന്ന ജോലിക്കാരാണ് വാതിൽ തുറന്ന് കിടക്കണ കണ്ടിട്ട് അറിയിച്ചത്. ഞങ്ങൾ വന്നു, പോലീസിൽ അറിയിച്ചു. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ സ്വർണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. ആ വീട്ടുകാർ വന്നു, എല്ലാം പരിശോധിച്ചു. സ്വർണ്ണമൊന്നും ഉണ്ടായില്ല, പക്ഷേ കുറച്ച് കാശ് മാത്രമേ പോയിട്ടുള്ളൂ. മിനിഞ്ഞാന്ന് രാത്രിയാണ് ചേട്ടനും ചേച്ചിയും ഇവിടുന്ന് മോളുടെ വീട്ടിലേക്ക് പോയത്. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ താക്കോലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. 7 വാതിലും പൂട്ടിയിട്ടാണ് അവർ പോയിരുന്നത്. ആ 7 വാതിലിൻ്റെ പൂട്ടും ഇപ്പം ഇന്ന് കാലത്ത് ജാതിക്കായ പറക്കണമെന്ന് പറഞ്ഞപ്പോൾ താക്കോല് അവൻ്റെ ഞാൻ കൊടുക്കാറുണ്ട്, ബാക്കിലെ ഗ്രില്ലിൻ്റെ ജാതിക്ക അകത്ത് ഇടാൻ. അപ്പം അവൻ വന്ന് താക്കോല് ഞാൻ കൊടുത്തു. അവൻ വന്ന് നോക്കിയ വഴി അവൻ പറഞ്ഞു, ചേട്ടാ വാതിലുകൾ തുറന്നു കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ 7 വാതിൽ പൂട്ടിയതും പൊളിച്ചിട്ടേക്കണേ. 4 അലമാരികൾ, ഒരു 2 മേശ ഒക്കെ പൊളിച്ച് എല്ലാ തുണികളും അതിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ്. പിന്നെ സ്വർണ്ണം ഒന്നും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മേശപ്പുറത്ത് കുറച്ച് കാശ് സ്കൂളിൽ ചേട്ടൻ്റെ ഭാര്യ പ്രിൻസിപ്പളായിരുന്നു മാളയിൽ സോക്രോസിൽ. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ എന്തോ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി ഒരു 5000 രൂപ താഴെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമില്ല. പിന്നെ കുറച്ച് കോയിനുകൾ പഴയത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടുപോയി ചില്ലറകളൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയിക്കണേ. സ്വർണം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആധാരം റെസീറ്റുകൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ വലിച്ചു വാരി ഇവിടെ കിടക്കുന്നുണ്ട്. ഇത്രയും ഇപ്പം കണ്ടേക്കണം. അപ്പോൾ പോലീസ് വന്നു, അവരൊക്കെ നോക്കി പോയിട്ടുണ്ട്. സ്വർണവും പണവും മാത്രം അപഹരിക്കുന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. കുറച്ചു ദിവസങ്ങളിലായി ചാലക്കുടിയിലും പരിസരങ്ങളിലും മോഷണം വ്യാപകമായിരിക്കുകയാണ്. ചിറങ്ങര ഗാന്ധിനഗറിലെ വീട്ടിൽ നിന്നും 30 പവൻ സ്വർണ്ണാഭരണങ്ങളും 8000 രൂപയും മോഷണം പോയത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. ചിറങ്ങരയിൽ കവർച്ച നടത്തിയ അതേ സംഘം തന്നെയായിരിക്കും ഇവിടെയും കവർച്ച നടത്തിയിരിക്കുന്നതെന്നാണ് കരുതുന്നത്. രണ്ടിടത്തും സ്വർണവും പണവുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചാനൽ 7 ന്യൂസ്, ചാലക്കുടി.